ഞാനിന്നാൾ ഒരു ഉണക്കമീൻ ഉണക്കുന്ന വിധത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ മീൻ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. മീൻ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഉണങ്ങിയിട്ടുണ്ട്. കണ്ട, നല്ല ഉണങ്ങിയിട്ടുണ്ട്. അത് വേണ്ട, ഈ മീനെല്ലാം നല്ല ഉണങ്ങിയ മീനാണ്. ചാള മീനായാലും അങ്ങനെ തന്നെ എല്ലാം നല്ലതായിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കാര്യമാണ്. ഞാൻ നേരത്തെ ഇതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മീൻ ഉണക്കുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉപ്പിട്ട് വയ്ക്കുന്നത്, എത്ര ദിവസം വയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നല്ല ഉണങ്ങിയിട്ടുള്ള മീനാണ്. എല്ലാം നോക്കുന്നുണ്ട്. അല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന മീനിനെയും കാലും ഉണക്കലിനെയും കാലും നല്ലതായിട്ടിരിപ്പുണ്ട് കേട്ടോ. കണ്ട, എല്ലാവരും ഒന്ന് നോക്കണേ. കണ്ട, ഇത്രയും നല്ല. ഇത് കൊഴിയാളയാണ്, ഇത് ചാളയാണ്, ഇത് മറ്റേ കിളിമീനിൻ്റെ മീനാണ്, ഇത് അയില. നല്ല ക്ലിയറായിട്ട് ഉണക്കി എല്ലാം നല്ല ഒരഴുക്കൊന്നുമില്ല. കണ്ട, അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം നല്ല വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് കിളിമീനാണ്. കണ്ട, ഇതെല്ലാം നല്ല ഉണങ്ങി നല്ലതുപോലെ ആയിട്ടുണ്ട്. ഈ മീൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ വീഡിയോ മീൻ ഉണക്കി വെക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണതെന്നും കൂടെ കാണിക്കണ്ടേ. അപ്പോൾ ആ ഉണക്കിയതിൻ്റെ ഒരു കാണിച്ച വിധമാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബക്കറ്റ് എടുക്കും. ഈ ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ മീൻ ഓരോന്നായിട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്തങ്ങ് വെച്ചേക്കും. കാരണം എനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രം അത് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് എത്ര നാൾ ഇരുന്നാലും കേടുകൂടാതിരിക്കും. നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളവർക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളും ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോൾ, കൂടുതൽ മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കിയിട്ട് അടച്ച് വെച്ച്, ഇത്ര നല്ല വെയിലത്ത് വെച്ച് ഉണക്കി, പൂച്ചയോ കാക്കയോ ഒന്നും തൊടാത്ത രീതിയിൽ ഉണക്കിയതാണ്. വലയൊക്കെ ഇട്ട് ഉണക്കിയ മീനാണ്. ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തെടുത്ത് ഉണക്കമീൻ നല്ല ഫ്രഷായിട്ടുള്ള മീൻ എടുക്കുകയും ചെയ്യാം, നമുക്ക് നല്ല മനസ്സുറച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർ ഇതിൽ കമൻ്റ് ഇടണം. ഇതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കണം, ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന്. ആദ്യം ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അത് എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിട്ട് കുറച്ച് ഉപ്പൊന്നും ഇതിലില്ല. കണ്ട, അതിലൊരു കമൻറ്റ് ചോദിച്ചിരുന്നു, ഉപ്പ് ഒത്തിരി ആവൂലെന്ന്. ഇല്ല, ഒരുപാട് ഒന്നും ആയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഉണങ്ങി നല്ലതായിട്ടിരിക്കുന്നതാണ്. ഇത് കുറച്ച് നേരം വെള്ളത്തിലിടപ്പോൾ ചെറിയൊരു കുതിർന്ന് വരുമ്പോൾ നമുക്കത് തന്നെ എടുത്ത് പൊരിക്കാനാണെങ്കിൽ പൊരിക്കാൻ, നമുക്ക് മസാല പുരട്ടാം, കറി വയ്ക്കാനാണെങ്കിൽ കറി വയ്ക്കാൻ എടുക്കാം. ഇത് നമുക്ക് മനസ്സുറച്ച് കഴിക്കാൻ കണക്കാക്കി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിനകത്ത് ഞാനങ്ങ് വെച്ചേക്കും. ഇത് ഒരു വർഷമായാലും ഒന്നും ചെയ്യില്ല. നല്ല ഉണക്കമീനായിട്ട് നല്ലതായിട്ട് തന്നെ കിട്ടും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് കമൻറ്റ് ചെയ്യണം. ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയും വേണം. ഇതെങ്ങനെയാണെന്ന് ഞാൻ കണ്ടോ, അത്രയും നല്ല ഉണങ്ങിയിട്ടിട്ടുണ്ട്. കേട്ടോ, മീൻ കണ്ടോ, ഒരു പച്ചളിപ്പം ഒന്നുമില്ല. ഇതെല്ലാം അഴുക്കും എല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കിയ മീനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ഇടണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.